വടക്കൻ കേരളവും നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളിലാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വമ്പൻ മുന്നേറ്റം, വലിയ ആത്മവിശ്വാസമാണ് ഇന്ത്യ ക്യാമ്പുകൾക്ക് നൽകിയിരിക്കുന്നത്. LDFും UDFും വലിയ കണക്ക് കൂട്ടലുകളിലുമാണ്. വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്നും ശ്യാമപ്രസാദ് ചേരുകയാണ്. ശ്യാം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലുടനീളം വലിയ പ്രതീക്ഷയാണ്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത്രത്തോളം മുന്നേറ്റമാണ് ഇന്ത്യയെ കാഴ്ചവെച്ചത്. പ്രത്യേകിച്ച് കോഴിക്കോട് കോർപ്പറേഷൻ്റെ കാര്യമടക്കം നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വടക്കൻ കേരളത്തിലെ പ്രതീക്ഷകൾ എത്രത്തോളമാണ്? ഒപ്പം LDFിൻ്റെയും UDFിൻ്റെയും കണക്കുകൂട്ടലുകളും ഇരുതരത്തിലാണ്. വടക്കൻ കേരളവും നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള എല്ലാവിധ ഒരുക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വലിയ മുന്നേറ്റം ഇന്ത്യക്ക് കാഴ്ചവെക്കാൻ മലബാർ മേഖലയിലും സാധിച്ചിട്ടുണ്ട്. തെക്കൻ കേരളത്തിലായാലും മധ്യ കേരളത്തിലായാലും വടക്കൻ കേരളത്തിലായി കഴിഞ്ഞാലും വമ്പൻ മുന്നേറ്റം തന്നെയാണ് ഇന്ത്യയെ കാഴ്ചവെച്ചത്. BJP നേതൃത്വത്തിലുള്ള ഇന്ത്യയെ അത്തരത്തിൽ വലിയ മുന്നേറ്റം കാഴ്ചവെക്കുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കൂടുതൽ സീറ്റുകൾ പിടിച്ചെടുക്കാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസം തന്നെയാണ് ഇന്ത്യ ക്യാമ്പിലുള്ളത്. ശ്യാമപ്രസാദ് ശരിയാണ്. ശ്യാം, ഇന്ത്യ വലിയ ആത്മവിശ്വാസത്തിലാണ് അങ്ങോളം ഇങ്ങോളം. ഒപ്പം LDFിൻ്റെയും UDFിൻ്റെയും കണക്കുകൂട്ടലുകളും ഏത് തരത്തിലാണ്? തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വലിയ വിജയം, അതായത് ഇരു മുന്നണികളെയും അപ്രസക്തമാക്കിക്കൊണ്ടുള്ള റൂറൽ മേഖലയിലടക്കം ഗ്രാമമേഖലയിലടക്കമുള്ള വലിയ മുന്നേറ്റമാണ് BJPക്കും ഒപ്പം തന്നെ NDA ക്യാമ്പിലും വലിയ പ്രതീക്ഷ നൽകുന്ന വലിയൊരു ഘടകം. ആ ഘടകത്തിലെ കണക്കുകൂട്ടലുകൾ തന്നെ മുൻകൂട്ടിക്കൊണ്ട് തന്നെയാണ് ഇപ്പോഴും തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളിലേക്ക് NDAയും ഒപ്പം തന്നെ BJP ക്യാമ്പും കടന്നിരിക്കുന്നത്. ആദ്യഘട്ടം എന്ന നിലയിൽ റൂറൽ മേഖലകളിലെ നേതാക്കളുടെ ഭവന സന്ദർശനം അടക്കമുള്ളവ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ദിവസേന ഒരു സംഘത്തെ ഇത്തരത്തിൽ ജില്ലകൾ സ്ക്വാഡായി കരുതിക്കൊണ്ട് ഇത്തരം സന്ദർശനങ്ങൾ നടത്തുന്ന പതിവാക്കിയിരിക്കുകയാണ്. ഒപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന്റെ കണക്കുകൾ നിർത്തിയുമായിട്ടാണ് ഇത്തരത്തിൽ മുന്നേറുകയും ചെയ്യുന്നത്. എന്തായാലും ഇടതുവലത് മുന്നണികൾക്ക് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയൊരു ചങ്കിടിപ്പേറ്റിക്കൊണ്ട് തന്നെയാണ് BJPയുടെ മുന്നേറ്റം എന്ന് പറയേണ്ടിയിരിക്കുന്നത്. പ്രധാനമായും പ്രചരണത്തിലടക്കം വലിയൊരു മേൽക്കൈ തുടക്കത്തിൽ തന്നെ ഉണ്ടാക്കാനാണ് ഇപ്പോൾ നേതൃത്വം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ആദ്യപടി ഒന്നാണ് ഈ ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത്. എന്തായാലും ഇടതുവലത് മുന്നണികളുടെ കണക്കുകൂട്ടലിലേക്ക് വരുമ്പോഴേക്കും നഗരമേഖലകൾക്കൊപ്പം തന്നെ ഗ്രാമമേഖലകളിലും വലിയ മുന്നേറ്റം തന്നെയാണ് BJPക്ക് ഉണ്ടായിരിക്കുന്നതെന്ന് നിസ്സംശയം പറയേണ്ടിയിരിക്കുന്നതാണ് ജില്ലയിലടക്കമുള്ള നേതാക്കൾ പങ്കുവെക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യവും. ഒപ്പം തന്നെ പ്രധാനമായും ഇടതുവലത് മുന്നണികൾക്ക് ഉള്ളിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥി സംബന്ധിച്ച ആശയക്കുഴപ്പവും സീറ്റ് വിഭജനവും വലിയ രീതിയിൽ തലവേദന സൃഷ്ടിക്കുന്ന കാര്യങ്ങളാണ്. ഇടതുമുന്നണിക്കുള്ളിൽ ഘടകകക്ഷികളുടെ സീറ്റ് ചർച്ചകൾ വലിയൊരു തലവേദനയായി മാറുന്നു. ഒപ്പം തന്നെ UDFിലും ഇത്തരത്തിൽ സീറ്റ് ചർച്ചകൾ വലിയൊരു തലവേദന സൃഷ്ടിക്കുന്ന ഘട്ടത്തിലാണ് BJP വലിയൊരു പ്രചാരണവുമായി നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള വലിയ ഗൃഹസന്ദർശനവും ഒപ്പം തന്നെ ആശയ സംവാദ പരിപാടികളുമായി മുന്നോട്ട് പോകുന്നത്. എന്തായാലും BJPയും NDA ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. അതേസമയം തന്നെ മറുഭാഗത്തെ LDFും UDFിലും ഉണ്ടാകുന്ന പടലപ്പിണക്കങ്ങളും ഇടതുമുന്നണിയിലാകട്ടെ പ്രധാനമായും ഘടകകക്ഷികളുടെ സീറ്റ് ഏറ്റെടുക്കണമെന്നുള്ള ഒരു കാര്യത്തിലേക്കാണ് CPM പ്രാദേശിക നേതൃത്വം ഉയർത്തുന്ന വികാരം. അത് ഇടതുമുന്നണിക്കകത്തു നിന്നുള്ള ഘടകകക്ഷികൾക്കും അത് വലിയൊരു ക്ഷീണം തന്നെയാണ് ഇപ്പോൾ നൽകുന്നത്. ഒപ്പം തന്നെ UDFിലെ എലത്തൂർ അടക്കമുള്ള സീറ്റുകൾ UDFിൽ നിന്ന് കോൺഗ്രസിൽ നിന്നുകൊണ്ട് ഇത്തരത്തിൽ കോൺഗ്രസ് ഏറ്റെടുക്കണമെന്നുള്ള ഒരു ആവശ്യമാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇടതുവലത് മുന്നണികൾക്ക് പ്രധാനമായും സീറ്റ് വിഭജനവും ഒപ്പം തന്നെ പ്രാദേശിക വിഷയങ്ങളും തിരിച്ചടിയാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. KP സുരേഷ്. കോഴിക്കോട് നിന്നും ശ്യാമപ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്.